അപ്പോൾ നമ്മളിന്ന് ഒരു ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ പണിയെടുക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പവർ സ്വിച്ച് ഇതിൻ്റെ പോയിട്ടതിൽ ഈ പവർ സ്വിച്ച് നമ്മൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു റബ്ബർ എടുക്കുന്നു. റബ്ബർ ഇവിടെ വെക്കുക, അതിന് കണക്കായിട്ട് ഇത് വെച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ കറക്റ്റായിട്ട് ഈ റബ്ബർ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണക്കായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇവിടെ വെച്ച് ഇങ്ങനെ കണക്കായിട്ട് വെച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് നോക്കുക. ആ വെള്ള റബ്ബർ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ കണക്കായി കറുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കുക. അപ്പോൾ നമ്മുടെ സാധനയുടെ ശരിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു മിശ്രിതം കലക്കിയിട്ടുണ്ട്. അതിന് ഇതാ ഈ സംഭവം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ മിശ്രിതം സീക്രട്ടാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് പറഞ്ഞു തരുന്നതാണ്. കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക മിശ്രിതം. ഇനി ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഈ സാധനം പിന്നെ സാൻഡ് പേപ്പറിൽ ചെറുങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് നോക്കുക. ആയിട്ടുണ്ട്. ഓഫായി, ഓണായി. ഓക്കെ, ഇനി ചെറിയ ഒരു ഇതും കൂടെ ഒട്ടിക്കാറുണ്ട്, അതും കൂടെ ഒട്ടിച്ച് നോക്കിയാൽ നമ്മളിത് കൂടെ വെച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമ്മൾ കുറച്ച് ഇനി ഈ സാധനം ശരിയാക്കാൻ കാരണം നമ്മളെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരുടെ ഈ കമ്പനികൾ പിയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് 4500 രൂപ ഒക്കെയാണ് ഇതിൻ്റെ പൈസ പറഞ്ഞ് ഈ ഒരു റബ്ബറിൻ്റെ ഈ സാധനത്തിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് കാണുന്നില്ലേ, ഇത്രയും ഇതിന് പണിയില്ല. 4500 രൂപ കൊല്ലലെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവരെ കൊല്ലൽ തന്നെയാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ട് ഒന്ന് ജസ്റ്റ് പല മെത്തേഡും ട്രൈ ചെയ്തിട്ട് അവസാനം ഇതാണ് വിജയിച്ചത്. അപ്പോൾ ഇതിൽ വളരെ സക്സസ് ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. നിങ്ങൾക്കും ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ.